ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്ന് ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. എങ്ങനെ ഒരു നല്ല ലീഡർ ആവാം, എങ്ങനെ നമുക്ക് ആ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മളെയൊക്കെ പ്രിയങ്കരനായ രമേശ് സാർ സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ ഇവിടെ സംസാരിക്കുന്നത്. അത്രയും നല്ല ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അറിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നല്ലൊരു ലീഡർ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്ന് പറഞ്ഞു തരാൻ വേണ്ടി വളരെയധികം സ്നേഹത്തോടെ ആദരവോടെ ഞാൻ രമേശൻ സാറെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. എന്റെ പ്രിയപ്പെട്ട സഹോദരി ശോഭ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുടുംബാംഗങ്ങൾ, എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും. ചിലവർ രാവിലെ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കും. നമ്മളൊരു വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കത്തിലാണ്. എന്താന്ന് വെച്ചാല് ലോകം മുഴുവൻ തന്നെ ഒരു പോസിറ്റീവ് വൈബ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലരും അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെയും ശുഭപ്രതീക്ഷയുടെ വലിയൊരു ലോകം ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഒട്ടനവധി ആൾക്കാരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ കാണാൻ വന്നിരുന്നു സ്കൂളിൽ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മുമ്പേ നമ്മളെ സുഹൃത്തുക്കളായിരുന്നു, അടുത്ത കാലത്താണ് വീണ്ടും കണ്ടത്. ഞങ്ങൾ സംസാരിച്ച വിഷയം ഓഫ് കോഴ്സ് ഞങ്ങൾ സക്സസിനെ കുറിച്ച് മാത്രമേ പറയൂ. പല പ്രോബ്ലം ഉള്ളവരൊക്കെ എന്നെ കാണാൻ വരും, എന്തെങ്കിലും ആവട്ടെ, XYZ. ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ തലച്ചോറിന് ഒരു പ്രത്യേകിച്ചുള്ള മെന്റൽ ഫ്രെയിമിങ്ങും അതിന് പാരഡൈം എന്നൊക്കെയാണ് പറയുക. വളരെ വിശദമായിട്ട് ഞാൻ ഈ സെഷനിൽ അത് പറഞ്ഞിരുന്നു. അതിന് ആമുഖമായി പറയട്ടെ, ഇപ്പോൾ നമ്മൾ 2 സെഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശനിയാഴ്ചയുള്ള ലീഡർഷിപ്പ്, വ്യാഴാഴ്ചയുള്ള ബുക്ക് റിവ്യൂ. സമയം മാറരുത്. 9:15 നമ്മുടെ ബുക്ക് റിവ്യൂ നടക്കുന്നതെങ്കിൽ ശനിയാഴ്ച 8 മണിക്കാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കാലം തുടരും, അതിന് യാതൊരുവിധ അതിരുമിട്ടിട്ടില്ല. നമുക്ക് ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം സംസാരിച്ചുകൊണ്ടിരിക്കാം. അത്രയും വലിയ വിഷയം നമുക്കുണ്ട്. അതോടൊപ്പം നമുക്ക് ഗൗരവമായൊരു ദൗത്യമുണ്ട്. ഈ സന്ദേശം പലരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യാം. ഇനി യാതൊരുവിധ ഇത് കമ്പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഒന്നും ഇതിന്റെ ബന്ധമില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലുള്ള ഏതൊരാളെ ഇതിലേക്ക് കൊണ്ടുവരാം. കാരണം ഇന്ന് പ്രതിസന്ധികളിൽ നിന്ന് പ്രതീക്ഷകളിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് യാനം എന്ന നമ്മുടെ ഓർഗനൈസേഷൻ അതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. യു ആർ നോട്ട് അലോൺ മൈ ഡിയർ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല സഹോദര, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആ കേൾക്കുന്ന വ്യക്തി ഉണ്ടാവുന്ന ഒരു തിളക്കമില്ലേ, അതേറെ സന്തോഷം നൽകുന്നതാണ്. ഒറ്റപ്പെടലിന്റെ വലിയ ലോകത്താണ് ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാർ. സമ്പത്ത് നോക്കണ്ട, മണിസൗധങ്ങളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം സംസാരിക്കാതിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിരിക്കുന്ന അന്തരീക്ഷം, കുറയുന്ന കുടുംബാംഗങ്ങൾ, അസ്വസ്ഥതയുടെ ചുറ്റുപാടുകൾ, ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രതീക്ഷകളുടെ ലോകം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതീക്ഷയാണ് നമ്മളെ ഏറെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് രാവിലെ എനിക്ക് എന്റെ പഴയ 2 ശിഷ്യകളെ കാണാൻ പറ്റി. അവരുടെ വലിയ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അവരൊക്കെ ഇപ്പോ ഒരാൾ BDS ഡോക്ടറാണ് ദുബായിൽ, മറ്റൊരാള് MSc കഴിഞ്ഞിങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് അതിൽ ഒരാൾക്ക് കുട്ടിയുണ്ട്, അവർ ചെറിയ മോളുണ്ട്. അപ്പൊ ആ മകളെ, ചെറിയ മോളാണ്, ആ മകൾക്ക് ഞാൻ ഉമ്മ കൊടുത്തുകൊണ്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ പുതുതലമുറ എങ്ങോട്ടാണ് പോകുന്നത്, ഇവർക്ക് ആരാണ് ഒരു ഗൈഡ് ലൈൻ കൊടുക്കാനുള്ളത്. ഈ വിഷയം വളരെ ഗൗരവമാണ്. കാരണം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം കിട്ടാത്തത് കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ കൂട്ടുകാരായിരുന്നു. അവരെ നമുക്ക് രക്ഷപ്പെടുത്താം. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. വിത്തിൻ 2 minutes നമ്മൾ യഥാർത്ഥ സെഷൻ ആരംഭിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഏതോ ഒരു തരത്തിൽ ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്.
അങ്ങനെ വരുമ്പോ ഇത് നമ്മുടെ മൂന്നാമത്തെ സെഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഇതൊക്കെ റെക്കോർഡിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മേ ബി ലീന അത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഞാൻ പുതുതായി ആൾക്കാരുണ്ടാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കഥ ഇതുവരെ കുറച്ച് പറയും. നമ്മൾ സെൽഫ് ഇമേജിനെ കുറിച്ചാണ്. ഞാൻ ഒരിക്കലും തിയറിയിലേക്ക് പോകുന്നേ ഇല്ല. തിയറി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കലായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 99 100% നിങ്ങൾക്ക് ഇവിടെ വിജയം ഉറപ്പാണ്. നിങ്ങൾ ഏത് മേഖലയിലുള്ള ആളാവട്ടെ, ഒരു വീട്ടമ്മയാവട്ടെ, ഒരു പ്രൊഫഷണൽ ആവട്ടെ, ഒരു എന്താ പറയാ ലീഡർ ആവട്ടെ, ഒരു പൊളിറ്റീഷ്യൻ ആവട്ടെ, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ചിലപ്പോൾ ഇതൊക്കെ ഈ സെഷനിൽ തന്നെ വ്യാഴാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് മാറി മാറി കേൾക്കേണ്ടി വരും. കേൾക്കട്ടെ, 1-2 പ്രാവശ്യവും നമ്മുടെ ബ്രെയിൻ മാറില്ല. അത്രയും വലിയ ശക്തമായ ന്യൂറോജെനസിസ് അല്ലെങ്കിൽ ന്യൂറോ പാത്വേ ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. പരാജയത്തിന്റെ, അസ്വസ്ഥതയുടെ ന്യൂറോ പാത്വേ. അതിനെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി ഒരു വിജയത്തിന്റെ ന്യൂറോ പാത്വേയിലേക്ക് മാറ്റുക എന്നത് വലിയ വിഷമുള്ള കാര്യമൊന്നുമല്ല. ഓരോ ദിവസവും ഞാൻ ഇത് മനസ്സിലാക്കുകയും ഈ അറിവ് പങ്കുവെക്കുന്നതോടുകൂടി ഞാൻ ആനന്ദത്തിൽ ഐ ആം സോ എക്സൈറ്റഡ്. കാരണം ഈ തത്വശാസ്ത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് സന്തോഷിക്കാനും അതോടൊപ്പം കൂട്ടായ്മയുടെ സൗകുമാര്യം ആസ്വദിക്കാനും ആ സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ തന്നെയാണ്. അതിനിടയിൽ ഒരു പൂവിനെ കാണാതെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം ആസ്വദിക്കാൻ പറ്റാതെ ഓട്ടത്തിന്റെ ലോകത്തിൽ എല്ലാം മറന്ന് ഒരു ദിവസം നമ്മൾ വിട്ടുപോകുമ്പോൾ നിരാശ മാത്രം ബാക്കിയാക്കരുത്. നിങ്ങൾ ഏവരും വായിച്ചെടുക്കേണ്ട ഒട്ടനവധി പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഇതിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറിച്ചെടുക്കാം, എന്നിട്ട് അത് വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്യാമല്ലേ, പുസ്തകം വായിക്കാം. ഈ ലോകത്ത് തന്നെ ഏറ്റവും സന്തോഷിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. അത് ആവറേജായി പറഞ്ഞാൽ ഫിൻലാൻഡ് 1-ാം സ്ഥാനമാണെങ്കിലും ജപ്പാനിലെ ഒക്കിനാവൻ ദ്വീപിലെ ആ ദ്വീപ് നിവാസികളുടെ അത്ര സന്തോഷം ഒരു ഞാൻ ഈ പറയുന്ന ഫിൻലാൻഡോ അല്ലെങ്കിൽ കോസ്റ്ററിക്കോ അവർക്കൊന്നും ഉണ്ടാവാറില്ല. അവരുടെ ജീവിത തത്വശാസ്ത്രം പറയുന്ന മനോഹരമായ പുസ്തകം ഇക്കിഗായ് ഒന്ന് വായിച്ചു നോക്കുക. ഇക്കിഗായിന്റെ ഏതോ ഷനോജ തോന്നുന്നു അവിടെ കാണിക്കുന്നു. ഇക്കിഗായ് അതായത് 120 വയസ്സ് വരെയൊക്കെ വളരെ ചെറുപ്പക്കാരനായി ജീവിച്ചുകൊണ്ട് സന്തോഷിച്ച് ആനന്ദത്തിൽ ആറാടി ഈ ലോകം വിട്ടുപോകാൻ സാധിക്കുക എന്നത് അപ്രാപ്യമായ ഒരു കാര്യമൊന്നുമല്ല. എവിടെയാണ് മാറ്റം വരുന്നത്? അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് സെൽഫ് ഇമേജ്, നമ്മുടെ സ്വന്തം ചിത്രം ഒന്ന് മാറ്റുക. പലരും തുടങ്ങിക്കഴിഞ്ഞു. എന്നാണോ നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള ആരോ എഴുതിയ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഞാൻ അതാണെന്ന് വിചാരിക്കുന്നത്, അതോടുകൂടി നിങ്ങൾ നശിക്കുന്നു. ഒരു ആന കാട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി കരുത്തോടും കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു ആനയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് 10 കുറെ കാലം, പ്രത്യേകിച്ച് ഒരു മിനിമം 21 ദിവസമെങ്കിൽ അതിനെ ഭീകരമായി പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. അല്ലയോ ആനെ, നിന്നേക്കാൾ വലിയവനാണ് ഞാൻ, പാപ്പാൻ പറയാണ്. ആ അതിശക്തനായ ആന പിന്നെ വെറുതെ ഒരു തോട്ടിയുടെ മുന്നിൽ ഭയന്നിരിക്കുന്നു. തന്നെ കെട്ടിയിരിക്കുന്ന പൊട്ടിച്ചു കളയാൻ പറ്റുന്ന ആ കാൽ വിലങ്ങുകൾ അവനെ അവിടെ തന്നെ ബന്ധിക്കുന്നു. ഇതൊരു ആനയുടെ കഥയല്ല, ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന 100ഓളം ആനകളുടെ കഥയാണ്. ഞാനടക്കം 109 ആനകൾ ആരോ കെട്ടിയ ചങ്ങലയിൽ ബന്ധിതരായി ഇനി എനിക്ക് മോചനമില്ലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന പാവം ആനകൾ. മിസറബിൾ എലിഫൻസ് എന്നാണ് ഞാൻ അവരെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്റെ ജീവിതം ഇതെല്ലാം ദുരന്തമാണെന്ന് മനസ്സിലാക്കി ഒട്ടനവധി കാലം സന്തോഷിച്ച് ജീവിക്കേണ്ട നമ്മുടെ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവിടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ആനയുടെ ആദ്യം ഉണ്ടായിരുന്ന ഇമേജിനെ ഒരു പാപ്പാൻ എന്ന് പറയുന്ന ഒരു ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ, അവന്റെ ബുദ്ധി കൊണ്ട് എന്തോ അറിയില്ല, അവനെ മാറ്റിയെടുത്ത് ഒരു അടിമയാക്കുന്ന ആ മനോഹരമായ കൺസെപ്റ്റ് സെൽഫ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന്
15-20 മിനിറ്റ് ആ മൊബൈലിൽ ഒന്ന് മാറ്റിവെച്ച് എല്ലാ കുടുംബാംഗങ്ങളിൽ നിന്നും അല്പസമയം ഒന്ന് മാറി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. രമേശൻ എന്ന ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ അറിവെങ്കിലും ഉണ്ടാവണം. രമേശ, നീ അങ്ങനെയല്ല. നിന്നിൽ അപാരമായ ശക്തി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നീ അതൊന്ന് പുറത്തെടുക്കൂ എന്ന് പറയുവാൻ പറ്റുന്ന ഒരാളെങ്കിലും വേണ്ടേ? ഹനുമാന്മാരെ ഒന്നുണർത്താൻ ജാമ്പവാന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപൂർവം ചില ജാമ്പവാന്മാർ ഇങ്ങനെ ശനിയാഴ്ച സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവിന്റെ മനഃശാസ്ത്രം ഒട്ടനവധി പുസ്തകങ്ങളിൽ കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവും. അപ്പൊ സെൽഫ് ഇമേജ് എന്ന് പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ കോണ്ടന്റ്, അത് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളാണ്, യഥാർത്ഥ നിങ്ങളല്ല എന്നാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്ന പല ഉദാഹരണങ്ങൾ ചിലപ്പോൾ ആവർത്തിച്ചേക്കും, ക്ഷമിക്കുക. 7,500 കോടിയുടെ 7,500 രൂപയല്ലോ, 7,500 കോടിയുടെ കടക്കാരനാണ് താനെന്നും ഇനി ഒരിക്കലും തനിക്ക് ആ കടത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ലെന്നും എന്തുകൊണ്ടോ വിശ്വസിച്ചു പോയ ഒരു മനുഷ്യൻ സിദ്ധാർത്ഥ്, കഫേ കോഫി ഡേയുടെ ഉടമ, നേത്രാവതി പുഴയുടെ അരിയത്ത് അതിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല തന്റെ കൂടെ കിടക്കുന്ന തന്റെ ഭാര്യ മാളവിക ഹെഗ്ഡെ കസാമാന്യമായ ഒരു കഴിവുണ്ടെന്നും തന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് അവളെ തന്നെ രക്ഷപ്പെടുത്താൻ അവൾക്ക് കഴിയുമെന്നും ആ ഹതഭാഗ്യൻ അറിഞ്ഞില്ല, ഇനിയോട്ട് അറിയാനും പോകുന്നില്ല. പക്ഷെ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ കടവിലവരുടെ കാര്യങ്ങൾ കുറെ ആൾക്കാരുണ്ട്, ഒരാൾ മൈൻഡ് ചെയ്യില്ല, ബന്ധുക്കളാരും വരൂല. ആ രണ്ടു മക്കളാന്ന് തോന്നുന്നു, അവരെയും കൂട്ടുപിടിച്ച് കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ മാളവിക ഹെഗ്ഡെ ഒരു തീരുമാനമെടുക്കുന്നു. പിന്നോട്ടില്ല, കോവിഡാണ് കാലം, എങ്കിലും കേവലം തന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം 2 വർഷം കൊണ്ട് 5,500 കോടിയുടെ കടം തീർത്തപ്പോൾ ലോകത്തിലെ ബിസിനസ് സാമ്രാജ്യത്തിലെ തൈക്കൂൺസ് ഒക്കെ അവരെ കാണാൻ പോയി ചോദിച്ചു, എന്താണ് രഹസ്യം? അവർ ഞാൻ പറഞ്ഞു തരാം, ഗൂഗിൾ ഇന്റർവ്യൂ ഉണ്ട്, ഞാനിതൊന്നും പൂർണ്ണമായിട്ട് എന്നെ കടം തീർത്തിട്ട് ലാഭത്തിലേക്ക് വരട്ടെ, 2025 അതിനെ സാക്ഷിയാവുന്നു. ചോദ്യത്രേ ഉള്ളൂ, ഒരേ പ്രശ്നത്തെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസത്തിൽ കാണാൻ പറ്റാത്ത ഒരു ഭർത്താവും അത് കാണാൻ പറ്റുമെന്ന് കണ്ട സെൽഫ് ഇമേജ് മാറ്റിയ ഒരു ഭാര്യയും. ദാറ്റ്സ് ഓൾ. ഈ കഥയല്ല, ഇത് നടന്ന സംഭവം 2019 കാലഘട്ടത്തിൽ ഇങ്ങോട്ട് എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരു കഥയല്ല, ഒരു നടന്ന സംഭവമാണിത്. ആ മനസ്സാക്ഷിക്ക് നിങ്ങൾ ആലോചിച്ച് ആ കഥ ഒന്ന് റീപ്ലേ ചെയ്തു. ഇദ്ദേഹം പറയുന്നത് തന്റെ ഭാര്യയോട്, എനിക്ക് ഇത്രയും കടമുണ്ട്, എന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. ഒരു ബിസിനസ് പരിചയമില്ലാത്ത ആളുടെ ചില ആശയങ്ങളാണ് അവര്, പിന്നീട് അവരെ സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ ബിസിനസ് ലൈനിലേക്ക് വന്നിരുന്നു. വളരെ സാഹൂദത്തോടെ ഞാൻ ഇത് വായിക്കാൻ ശ്രമിച്ചു. അത് പിന്നീട് ഒരിക്കൽ പഠിപ്പിക്കാം. ഒന്നുമില്ല, സെൽഫ് ഇമേജ് മാറ്റി, കാഴ്ചപ്പാട് മാറ്റി. കേവലം 50 ലക്ഷവും അല്ലെങ്കിൽ 10 ലക്ഷത്തിലെ കടം കൊണ്ട് കരയുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുക, 7,500 കോടി തീർക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ പുറത്തു കടന്നുകൂടാ എന്ന പ്രായോഗിക ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് മെന്റൽ പിക്ചറിനെ കുറിച്ചിട്ടാണ്. സെൽഫ് ഇമേജ് ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. മെന്റൽ പിക്ചർ, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ പിക്ചർ എങ്ങനെ റീവയർ ചെയ്യാം? അതിന് ഇംഗ്ലീഷ് വേറെ വാക്കാണ്, നമ്മൾ റീവയർ യുവർ ബ്രെയിൻ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്താലോ യൂട്യൂബിലെ കാണാൻ പറ്റുന്നത് റീവയർ യുവർ ബ്രെയിൻ. അതുകൊണ്ട് ഓരോ ഈ എപ്പിസോഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും അല്ലെ ആലോചിക്കുമ്പോഴും നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തെ നമ്മളൊന്ന് പൊതുവായിട്ട് അതിനെ ഒരു പഠനത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ആ മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് പണക്കാരനായി ഇരിക്കുന്ന അവസ്ഥയാണെന്ന് കാണരുത് പ്ലീസ്. അല്പനേരം ശാന്തമായിരിക്കാൻ പറ്റുന്ന, അല്പനേരം തന്റെ മുമ്പിലിരിക്കുന്ന ഒരു പൂന്തോട്ടത്തിലെ പൂമ്പാറ്റയെ കാണാൻ സാധിക്കുന്നു ഒരു വ്യക്തിയാവാൻ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ച മോട്ടിവേഷണൽ നോവൽ എന്ന് പറയുന്നത് ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന റോബിൻ ശർമ്മയുടെ മനോഹരമായ പുസ്തകമാണ്. വിജയം സുനിശ്ചിതം എന്ന പേരിൽ മലയാളത്തിൽ DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന ആ നോവലിൽ പറയുന്ന കഥയൊന്നും അല്ല ഞാനിപ്പോ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ജീവിതത്തിന് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ഇന്ത്യയിലെത്തുന്ന ജൂലിയൻ മാൻറ്റിൽ എന്ന റോബിൻ ശർമ്മയുടെ യഥാർത്ഥ കഥ. അവിടെ അവർ ഹിമാലയൻ സാനുക്കളിലെ സന്തോഷിക്കുന്ന ശിവാനി എന്ന ഒരു ഗ്രാമത്തിലെ ആൾക്കാരുടെ ജീവിത രീതിയിൽ പുഷ്പവല ഹൃദയ ടെക്നിക് എന്നൊരു ടെക്നിക്ക് പഠിപ്പിക്കുന്നു. പുഷ്പവല ഹൃദയ ടെക്നിക് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കഴിഞ്ഞു പോയ ശിശുദിനം, ചാച്ചാജിയുടെ ജന്മദിനം ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു എപ്പോഴും തന്റെ ആ ഷർട്ടിൽ ഒരു ഒരു പനിനീർ പൂ വെക്കും, റോസാപ്പൂ. അപ്പൊ അത് കുട്ടികളെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് രണ്ട് ഈ ടെക്നിക്കാണ്. നിങ്ങളൊരു പൂവിനെ തന്നെ നോക്കിയിരിക്കുക, അത്രയും. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാ, ഈ പുതിയ തലമുറയിൽപ്പെടുന്ന നിങ്ങൾക്ക് 15 മിനിറ്റ് പോലും ഒരു പൂവിനെ നോക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് മൊബൈലിൽ നോക്കൂ. ഡിജിറ്റൽ ഡീറ്റോക്സ്, പുതിയൊരു വാക്ക്. അല്പസമയം മൊബൈൽ മാറ്റി വെച്ചിട്ട് തന്റെ ഭാര്യയോട് അല്പ സ്വകാര്യ വർത്തമാനം പറയുന്ന അവാർഡ് പടത്തിലെ നായകനെ പോലെയുള്ള ഒരു ഭർത്താവ്. അതാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആ അത്തരത്തിലുള്ള ഒരു പൂവിനെ നോക്കുന്നതും സക്സസ് ആണ്. അപ്പൊ ഈ സക്സസിലേക്ക് എത്താനുള്ള മെന്റൽ പിക്ചർ അല്ലെങ്കിൽ അതിനെ മാറ്റുന്നതിന് പല പേരുണ്ട്. കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്, അല്ലെങ്കിൽ മെന്റൽ റീഫ്രെയിമിങ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് വാക്കുകൾ എന്തെങ്കിലും പറയുന്നുണ്ട് പുസ്തകങ്ങളിൽ, മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങളിൽ. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ആവശ്യം എന്ത്? അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. നിങ്ങളുടെ മെന്റൽ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഇമേജ് അത് ശരിയെന്ന് വിശ്വസിക്കുന്നിടത്താണ് ആദ്യത്തെ മണ്ടത്തരം ആരംഭിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ഒരു പ്രതിസന്ധിയിൽപ്പെടുന്നു, എന്തോ XYZ. ആ പ്രതിസന്ധിയുടെ കരകയറാനുള്ള വഴിയില്ലെന്ന് ആദ്യം അയാൾ തീരുമാനിച്ചു. എന്നിട്ട് ഇനി കയറാൻ പറ്റില്ലാത്തത് കൊണ്ടുള്ള ദുരന്തങ്ങളേക്കുള്ള ചിത്രീകരണത്തിന്റെ തുടർച്ചയിലേക്ക് ആ മനുഷ്യൻ വഴുതി വീഴുന്നു. മറ്റൊരാൾ ആ പ്രശ്നത്തില് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് കൃത്യമായി നോക്കി ആ ഓപ്ഷനുകളിലേക്ക് ശ്രദ്ധയെ മാറ്റി ആ ഓപ്ഷനുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ ആ ഓപ്ഷനുകളുടെ അല്ലെങ്കിൽ സൊല്യൂഷന്റെ ഒരു തുടർ പ്രക്രിയ വരുന്നു. ഒരേ പ്രശ്നത്തിന്റെ 2 വീക്ഷണങ്ങൾ. ഇതേതിലാണ് നിങ്ങൾ? തുടക്കകാലത്തിൽ ഞാൻ ആദ്യത്തെ ഒരാളായിരുന്നു. പ്രതിസന്ധിയിൽ പതറി എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതിന്റെ ഭീകരമായ ചിത്രങ്ങൾ ചിത്രീകരിച്ച് അവയൊക്കെ ആകർഷിച്ച ഒരു മനുഷ്യൻ. തിരിച്ചറിവിന്റെ ഒരു ലോകത്തേക്ക് ഒരു ഗുരുവിലൂടെ എത്തുമ്പോൾ പിന്നീട് എന്റെയും ഒരുപാട് പ്രവർത്തന വഴി ആദ്യത്തെ അയാളെ കൊല്ലുന്നു, രണ്ടാമത്തെ ആളെ ജനിപ്പിക്കുന്നു. എന്റെ മുമ്പിലെത്തുന്ന ഏതൊരാൾക്കും ഏത് പ്രതിസന്ധിയും എന്റെ അടുത്ത് പറയാം. ഒട്ടനവധി പേർ ഓരോ ദിവസം എന്നോട് പങ്കുവെക്കുന്നുമുണ്ട്. അതിനൊക്കെ എന്റെ കണ്ണിലൂടെയുള്ള ഒരു റീഫ്രെയിമിംഗ് ആൻസർ ആണ് ഞാൻ കൊടുക്കുക. ഈ റീഫ്രെയിമിംഗ് എന്ന് പറയുന്നതിന്റെ കഴിവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്.
അപ്പൊ ഇന്ന് ഇത് സ്വയം ചെയ്യണം. ആ റീഫ്രെയിമിംഗ് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ബിലീഫിനെ കുറിച്ച് എനിക്ക് പഠിപ്പിക്കാനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിലീഫിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു പുസ്തകം വായിക്കുക. ബയോളജി ഓഫ് ബിലീഫ്, എഴുതിയത് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ. ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ ഒട്ടനവധി തവണ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെ ചുരുക്കമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പുസ്തകം വായിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഞാനത് പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് 125 പേർ ഞാനടക്കം ഇരുന്ന് ഒരു പുതിയ ചർച്ച ആരംഭിക്കുക, ഒരു പുതിയ സംസ്കാരം തുടങ്ങുക. കോവിഡ് കാലത്ത് ഇങ്ങനെ ഓൺലൈനിൽ ഒരുപാട് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡാനന്തരവും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്ന തിരിച്ചറിവിൽ ഇനി ദിവസങ്ങളുടെ എണ്ണം കൂട്ടാനാണ് എന്റെ തീരുമാനം. അപ്പോ ഞാൻ ഈ പറയുന്ന മെന്റൽ പിക്ചർ മാറ്റാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ബിലീഫാണ്. എന്താണ് ബിലീഫ്? വാട്ട് ഈസ് ബിലീഫ്? എന്താണ് വിശ്വാസം? നമ്മൾ കേട്ട വാക്ക്. ഒരമ്മയ്ക്ക് 2 മക്കൾ. ഈ 2 മക്കളും ഒരുപോലെയാണോ? അല്ല. ആ അച്ഛൻ അമ്മയും ഇണചേർന്നത് ഒരുപോലെയല്ലേ? അതെ. അവരുടെ ഭ്രൂണം ഉണ്ടായത് ഒരുപോലെയല്ലേ? അതെ. അവർ പ്രസവിച്ചതും ഒരേപോലെയല്ലേ? അതെ. പിന്നെ എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും 2 തരത്തിലാവുന്നു? ഇരട്ടകൾ പോലും, ഏകദേശം ഒരു 30ഓളം ഇരട്ടകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുത്തിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമെങ്കിൽ മറ്റാൾക്ക് എഞ്ചിനീയർ ആവും. ഒരു ബന്ധമില്ല ഇവർ. ട്വിൻസ്. ഇവിടെയാണ് ബ്രൂസ് ലിപ്റ്റൺ തന്റെ ഗവേഷണം ആരംഭിച്ചത്. ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ പോലും ഒരു വിശ്വാസത്തിന്റെ ഒരു തണ്ടു പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എഴുന്നേറ്റ് നടക്കണമെന്ന് കുട്ടിയെ പഠിപ്പിക്കുന്നത് അമ്മയല്ല, കുട്ടിയുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അവൻ എഴുന്നേറ്റേ പറ്റൂ, സർവൈവൽ. പക്ഷെ അവൻ അമ്മയില്ലാതെ അവൻ ആദ്യം എഴുന്നേക്കില്ല. അമ്മയുടെ കൈ പിടിച്ച് സാരിത്തുമ്പ് പിടിച്ച് മാത്രമേ കുട്ടി എഴുന്നേൽക്കൂ. അല്ലെങ്കിൽ തനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾ എന്റെ കൂടെ വേണം, ഇല്ലെങ്കിൽ ഒരു മോനും എഴുന്നേക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുനാളിലേക്ക് തിരിച്ചു പോകൂ. നിങ്ങളുടെ അമ്മമാരുണ്ട് കേട്ടോ. ആ കുഞ്ഞുനാളിൽ നമ്മളെ ആകപ്പാടെ നോക്കുന്ന അമ്മയാണ്. എന്താണ് അമ്മ? അവന്റെ വിശ്വാസമാണ്. അവന്റെ ബലമാണ് അവന്റെ അമ്മ. ആ വിശ്വാസം ആർജിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, ഞാൻ പലതും എന്റെ വെബിനാറിലും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അമ്മയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ആ 10 മാസത്തിലെ അവസാനത്തെ 3 മാസം, 7 മാസം മുതൽ 10 മാസം വരെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ധാർഷ്ട്യത അല്ലെങ്കിൽ ആ ദൃഢത ഉണ്ടാകുന്നത് ആ അവസാനത്തെ പ്രസവത്തിന്റെ 3 മാസം ആ അമ്മയുടെ ചിന്തയാണ് എന്ന ലോക പ്രശസ്തമായ കണ്ടുപിടുത്തമാണ് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ നടത്തിയത്. അതിനുശേഷം തുടർന്നുള്ള 7 വയസ്സുവരെയുള്ള കുട്ടി, അവനിൽ രൂഢമൂലമായൊരു ചിത്രം പതിഞ്ഞിരിക്കുന്നു. ബ്രൂസ് ലിപ്റ്റൺ പറയുന്നത് ഇത് മാറ്റുക അത്ര എളുപ്പമല്ല. 100 കണക്കിന് സെമിനാറിൽ അറ്റൻഡ് ചെയ്തവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പിന്നെയും ചങ്കരൻ തെങ്ങേല, ഒരു മാറ്റമില്ല സാർ. ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിങ്ങുകളുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്താ മാറ്റം? മാറ്റമുണ്ട് സാർ. ഒരു ട്രെയിനിങ് ഹാളിൽ നിന്ന് മറ്റൊരു ട്രെയിനിങ് ഹാളിലേക്ക് വേറൊരു മാറ്റമില്ലേ? ഇങ്ങനെ ഓടിയോടാണ്ടേ. ഒട്ടനവധി ലോക പ്രശസ്ത ട്രെയിനർമാരുടെ ക്ലാസ്സിൽ പോകാൻ പറ്റും. ഇപ്പൊ നിർത്തി.
ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് നോക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. 7-ാം മാസം മുതൽ 7 വയസ്സ് വരെയുള്ള നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള 3 മാസം, ലാസ്റ്റ് 7, 9, 10. അതുകൊണ്ട് 7-ാം മാസത്തിലൊക്കെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് മിക്കവാറും വീടുകളിൽ. അത് കഴിഞ്ഞ് വരുന്ന 7 വയസ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ യൂറോപ്യൻ രാജ്യത്തിലും അമേരിക്കയിലും 7 വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധികാരമില്ല. പ്ലേ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ പ്ലേ. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ നാട്ടിലെ LKG, UKG, അങ്കണവാടിയെല്ലാം കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ യാതൊരു മനഃശാസ്ത്രവും മനസ്സിലാക്കാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലെ ആദ്യകാല കോച്ചസ് വരുത്തിയ പ്രശ്നങ്ങളാണ് ഭാവിയിൽ ഓരോ ശാസ്ത്രജ്ഞനെയും ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടത്തിലുള്ള ഒരു പ്രേക്ഷക രാവിലത്തെ സെഷൻ കഴിഞ്ഞ ശേഷം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. അവർ അയച്ച മെസ്സേജ് ഇതാണ്: സാർ, ഞാനൊരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പോൾ ഒരു ടീച്ചർ ആവാത്തതിന്റെ വിഷമമുണ്ട്. മാഷി പറഞ്ഞല്ലോ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു പറ്റും, ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ടീച്ചർ എന്ന് സ്കൂൾ മാത്രം പഠിപ്പിക്കണം. തുടർന്ന് അവരൊക്കെ ഒരു മെസ്സേജ് അയച്ചു: സാർ, ഞാൻ കൊച്ചിയിലാണ്. എന്റെ മകൻ പഠിക്കുന്ന ആ ഗവൺമെന്റ് സ്കൂളിലെ രക്ഷിതാക്കളോടോ കുട്ടികളോടോ സംസാരിക്കാൻ വരുമോ? ഞാൻ 100% വരും. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇവരുടെ പ്രേക്ഷകരിലുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫോം ചെയ്യപ്പെട്ട, ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, ഈ ഫോം ചെയ്യപ്പെട്ട നമ്മുടെ വിശ്വാസം, ഈ ഇരിക്കുന്ന ഓരോ കഥാപാത്രത്തിന്റെയും വിശ്വാസം നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നു. അത് സാധിക്കുമെന്നാണ് ബയോളജി ഓഫ് ബിലീഫ് പറയുന്നത്. അതായത് മെന്റൽ റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ് പ്രൂവൺ ആണ്. അതിനെക്കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത്. ജോ ഡിസ്പെൻസ ആയാലും, ഡോക്ടർ ജോ ഡിസ്പെൻസ ആയാലും, ബ്രൂസ് ലിപ്റ്റൺ ആയാലും, ഒരുപാട് ആൾക്കാർ പേരറിയുന്ന ഒരുപാട് റിസർച്ചേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ദയവേത് ഒരു ഉപകാരം ചെയ്താൽ മതി. ശനിയാഴ്ചകളിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു നിരാശനെയും കൂട്ടിക്കൊണ്ടിരുത്തു. അത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. വേറെ ഒരു മലയാളിയോട് ചോദിച്ചാൽ പറയാം, എങ്ങനെയുണ്ട്, സുഖമുണ്ടാ? ഒരു സുഖവും ഇല്ല എന്നല്ലാണ്ട് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വളരെ ഹാപ്പി ആണെന്ന് പറഞ്ഞ ഒരു മലയാളി ഞാൻ കണ്ടില്ല. നിങ്ങൾ വിദേശിയോട് ചോദിച്ചാൽ ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്നല്ലേ പറയൂ. അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരോട് പറയാം, ഇങ്ങനെ ഒരു സൂം ഉണ്ട്, വന്ന് കയറി. ചിലപ്പോൾ രക്ഷപ്പെടും. ആ വാക്കിൽ അർത്ഥമുണ്ട്. ചിലപ്പോൾ രക്ഷപ്പെടില്ല, ഉറപ്പായിട്ട് രക്ഷപ്പെടും. ഓരോ ദിവസവും എന്നെ കാണാൻ വരുന്നതും എന്നെ വിളിക്കുന്നതുമായ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ ഞാൻ ആനന്ദിക്കുന്ന ഒരാളാണ്. ഓരോ ദിവസവും എന്റെ ന്യൂറോ ജെനസിസിൽ, ന്യൂറോ പാത്വേയിൽ മേക്ക് അതേഴ്സ് സക്സസ് എന്ന് പറഞ്ഞ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം എന്റെ കുടുംബാംഗങ്ങളാണ്. ഞാനൊരു വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ട് കാണുന്നല്ല. ചിലപ്പോൾ ഡിജിറ്റൽ സ്ക്രീനിലായിരിക്കും. യെസ്, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ബയോളജി ഓഫ് ബിലീഫിൽ പറഞ്ഞ ആ പ്രോസസ്സും സൈക്കോ സൈബർനെറ്റിക്സിലെ മാക്സ്വൽ മോഡ്സ് പറയുന്ന ഇതും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഈ പ്രഭാഷണത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ എന്റെ വീട് ഞാൻ ഏകാന്തനാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്റെ വൈഫും മക്കളൊക്കെ അവരുടെ അമ്മ വീട് കാലൊക്കെ പൊളിഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ്. ഞാൻ ഇന്ന് പോകേണ്ടതാണ് ശരി, പക്ഷെ 8 മണി എന്ന ഈ പ്രോഗ്രാം എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ വളരെ സ്നേഹത്തോടെ എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ സഹിച്ചേ പറ്റൂ, ഞാൻ വരാം. നാളെ 2 സെഷൻ ഉണ്ട്, ഒരു സെഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റും. ബയോളജി ഓഫ് ബിലീഫ് ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ കക്ഷിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, ശരിയെന്ന് പറഞ്ഞ് പോയിട്ട് ടോക്കിംഗ്. കാരണം എനിക്കിത് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് സക്സസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് അത്ര എളുപ്പമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു മരത്തെ ഒരു ചെറിയ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. നിങ്ങളൊരു മരമാണ്, വിശ്വാസത്തിന്റെ ഒരു മരമാണ് നിങ്ങൾ.
ആ മരത്തെ ഒരു ചെറിയ കൊണ്ട് പറ്റില്ല, അതിന് വലിയ ഒരു എന്താ ഒരു എക്യുപ്മെന്റ് വെച്ച് കട്ട് ചെയ്യണം. ഒരു വഴി. രണ്ട്, ഈ തടിച്ച മരത്തിനെ തോല് ചെത്തി 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 ചെറുതാക്കിയിട്ട് ഒരൊറ്റ മുറിക്കൽ മുറിക്കണം. അതാണ് എന്റെ പരിപാടി. എന്താ പറഞ്ഞാൽ മനസ്സിലായിട്ടാവില്ല. അതായത് ഇപ്പോ അമിത എന്റെ മുമ്പിൽ സ്ക്രീനിൽ ഏതൊരാളാണ്, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, അമിത എ എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഇത്ര സ്ട്രോങ് ആണ്. ഇതിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് പുതിയൊരു വിശ്വാസം അവിടെ ഇംപ്ലാന്റ് ചെയ്യും. ഒരു ഒരു എന്താ പറയാ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പോലെ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണേ, ഇത്തരം പ്രോഗ്രാമുകൾക്ക് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ട്രെയിനർമാർ ഇത് ചെയ്യുന്നത്. വേണം ചെക്ക് ചെയ്തോ. അവരൊക്കെ കോടിക്കണക്കിന് റുപ്യ വാങ്ങിച്ചാണ്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാ, he earned 100 crore rupees within 5 years only through this coaching on online. A stranger, ഒരു സാധാരണക്കാരൻ, +2 വരെ പഠിച്ച ഒരു മനുഷ്യന്റെ കഥ ഞാൻ പറഞ്ഞിട്ടോ. നമ്മുടെ ലക്ഷ്യം അതല്ല. എല്ലാ സാധാരണക്കാരനും ഇത് പഠിക്കുമ്പോഴേ ഇവിടുത്തെ പട്ടിണി മാറൂ. ആ സാധാരണക്കാരനെ ഇത് പഠിച്ചാൽ മാത്രമേ അവന്റെ കുടുംബം സ്വസ്ഥമാകൂ. അതുകൊണ്ട് ശാന്തമായി ഞാൻ പറയുന്നത് കേൾക്കുകയും പ്രാക്ടീസ് ചെയ്യും വേണം. ദയവ് ചെയ്ത് അടുത്ത ആഴ്ച ഒരു 2 ആളെങ്കിലും എക്സ്ട്രാ കൊണ്ടുവരും വേണം. ഒരു ചെലവില്ലല്ലോ ഇപ്പൊ. എന്തിനാണെന്നറിയോ നിങ്ങളത്? നിങ്ങളുടെ 2 പേരും കൂടെ വരുമ്പോ അവരിലെ മാറ്റം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ലോകത്തിലെ എല്ലാ സക്സസ് പുസ്തകങ്ങൾ എടുത്തു നോക്കിയാലും ഇതിന്റെ ഉപരിപ്ലവമായ ഇൻഫർമേഷൻ തന്നെ മാത്രമേ തരൂ. അതിന്റെ ഡീപ്പർ സെൻസിലേക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട് നിനക്ക് വായിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിശ്വാസം അതിനെ നേരെ തകർക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം പറയാം. ഒറ്റ ഉദാഹരണം. ഞാൻ എന്റെ ലൈവ് എല്ലാ പ്രോഗ്രാമിലും പറയുന്ന അതേ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്തിനാണെന്നറിയോ? ഏറ്റവും എളുപ്പത്തിൽ വിശ്വാസം മനസ്സിലാക്കാനൊരു ഉദാഹരണം. പലത് കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഒരു ദിവസം 3 പേർ മരിക്കുന്നു. ഒരാളെ പേര് കുഞ്ഞിരാമൻ, ഒരാളെ പേര് വർഗീസ്, ഒരാളെ പേര് അബൂബക്കർ. നിങ്ങൾ വീട്ടിനടുത്തിലെ 3 ആൾ വിചാരിച്ചു. അതിൽ അബൂബക്കറിനെ പെട്ടിയൊന്നുമില്ലാതെ കുഴിച്ചിടുന്നു. വർഗീസിനെ പെട്ടിയോട് കുഴിച്ചിടുന്നു. കുഞ്ഞിരാമട്ടനെ കത്തിക്കുന്നു. പ്രിയപ്പെട്ടവർ, എൻ്റെ ഒരു ചോദ്യം സിമ്പിളാണ്. ഒരു പക്ഷേ എഴുന്നേറ്റ് വരണമെങ്കിൽ ഇതിൽ ആർക്കാണ് എളുപ്പം സാധിക്കുക? ചോദ്യമില്ല. അബൂബക്കർ, അയാൾക്ക് പെട്ടിയൊന്നുമില്ല, വേഗം വരാം. വർഗീസിന് അങ്ങനൊന്നും വരാനില്ല. കാരണം എന്ത്? പെട്ടി പൊട്ടിച്ചിട്ട് വേണം ചങ്ങായിക്ക് വരാൻ, സമയമെടുക്കും. കുഞ്ഞിരാമട്ടൻ ജന്മകാലത്ത് വരാൻ പറ്റില്ല, ബോഡിയേ ഇല്ല. പക്ഷേ കുഞ്ഞിരാമട്ടന്റെ പ്രേതം മാത്രമേ കൂടാറുള്ളൂ മറ്റൊരാളിൽ. അബൂബക്കറിന്റെ പ്രേതം കൂടിയ ഒരൊറ്റ കേസും ഞാൻ കണ്ടിട്ടില്ല. ഞാനും പ്രേതങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അബൂബക്കറിന്റെ പ്രേതം കൂടൂല, പക്ഷെ ജിന്ന് കൂടും. നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഒരു സാങ്കേതികത അന്വേഷിച്ചു? ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ. എന്താ കാരണം അറിയോ? സിമ്പിൾ. അവിടെയാണ് വിശ്വാസം. അബൂബക്കർ ഇസ്ലാം മത വിശ്വാസം. എന്താണ് അബൂബക്കർ ജനിച്ച ഉടനെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും പറഞ്ഞു കൊടുക്കുന്നത്? മോനെ, മരിച്ചു കഴിഞ്ഞാൽ മഹഷീറ എന്ന് പറയുന്ന ഒരു മൈതാനത്ത് കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ഒരു വിചാരണ നടത്തിയിട്ട് നല്ലത് ചെയ്തവരെ സ്വർഗത്തിലും മോശം ചെയ്തവരെ നരകത്തിലും ആക്കും. അവിടെ പ്രേതം എന്നൊരു കോൺസെപ്റ്റ് അബൂബക്കർ കേട്ടിട്ടില്ല. വർഗീസിന്റെ അടുത്ത് മിക്കവാറും ബൈബിളിലും സൺഡേ സ്കൂളിൽ ഇതന്നെ പഠിപ്പിക്കുക. അവിടെയും പ്രേതമില്ല. ഈ വേറൊരു വിഭാഗമുണ്ട് ഹിന്ദു. ഞാൻ പേരെടുത്ത് ആക്ഷേപിച്ചോന്ന് വിചാരിച്ചു എനിക്കെതിരെ കേസും കൊടുക്കരുത്. വ്യവസ്ഥാപിതമായ ഒരു പഠനമില്ലാത്തൊരു വിഭാഗമാണ്. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ അമ്മമ്മ പറയുന്ന പോലെ അമ്മ കുട്ടിയെ പേടിപ്പിക്കുന്ന പ്രേതം എന്ന് പറഞ്ഞിട്ടാ. യെസ്,
പ്രേതം നിങ്ങൾക്ക് കൂടും. എങ്ങനെ അറിയോ? പ്രേതത്തിൽ വിശ്വാസമുള്ളവർക്കെല്ലാം പ്രേതം കൂടും. ഒരു വിശ്വാസമാണത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ലോക ചരിത്രത്തിൽ പ്രേതം ഒരാളെയും കൊന്നിട്ടില്ല. കൊന്നിട്ടുണ്ടാ? മാക്സിമം വയറ് 350 മില്ലി രക്തം കുടിക്കും. അതിനപ്പുറം അപ്പുറം ആവൂല. അതിന് പാവത്തിന് ഡ്രാക്കുളക്ക് അത്രേ പറ്റും. ഈ 350 മില്ലി നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന ഒരാൾക്ക് പറ്റും. എവിടെയെങ്കിലും പ്രേതത്തിന്റെ ആക്രമണത്തിൽ രണ്ടാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട്? അത് പറ. ഇല്ല. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കൊന്നവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഞാൻ അവരെ പേടിക്കണോ അല്ല പ്രേതത്തിനെ പേടിക്കണോ? നിങ്ങൾ പറ. യെസ്, മാത്യു പറയുന്നവൻ അന്ധവിശ്വാസം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കുഴപ്പവും. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് വിശ്വാസത്തെ എങ്ങനെയാണ് നമ്മൾ രൂഢമൂലമാവുന്നത്. ഇത് എളുപ്പം മനസ്സിലാവും. അതായത് നമ്മുടെ ഏറ്റവും രസകരമായ വേറൊരു ഉദാഹരണം പറയാം. നമ്മളെ ഒരു പറയാണ് ഈ ഞാൻ പറയാണ് എന്റെ വീട്ടിലേക്ക് വരാൻ വഴിയെല്ലാം പറയും. ഒരു കുന്നിൻ ചെരുവിലാണ് എന്റെ വീട് എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എന്റെ ഒറിജിനൽ വീട്. അപ്പോൾ ഞാൻ പറയാണ്, പുഷ്കരൻ സാറെ ഒന്ന് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കുന്നിന്റെ സൈഡിലേക്ക് കൂടെ വരണം. പുഷ്കരൻ സാർ ഒരു കുഴപ്പമില്ലാണ്ട് വരും. തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയും, പുഷ്കരൻ സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പോകുന്ന വഴിയിൽ ഒരു ആത്മഹത്യ നടന്ന സ്ഥലമാണ്. പിന്നെ പുഷ്കരൻ സാറിന്റെ പോക്കിന്റെ സ്പീഡ് വ്യത്യാസമായിരിക്കും. എസ്വർണം ശരിയല്ലേ? കാരണം എങ്ങനെ? അദ്ദേഹത്തിന് ഭയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. ഞാൻ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷെ ആ എന്താണോ ഈ വിശ്വാസവും ഇൻഫർമേഷനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഞാൻ നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് ഞാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. അത് കുട്ടിക്കാലത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. അല്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നത് എവിടെ? തലച്ചോറിൽ. എവിടെ? അതിന്റെ ന്യൂറോൺസിൽ. അതുകൊണ്ട് എന്താ പ്രശ്നം അറിയോ? അമ്പലത്തിന്റെ അരികിലൂടെ ഞാൻ ബസ്സിൽ പോയാൽ അറിയാതെ ഞാൻ ഇങ്ങനെ ആക്കും. രമേശൻ ജോൺ സാറിന് വികാരമേ ഉണ്ടാവില്ല. കാരണം അയാൾക്ക് ഇത് അറിയില്ല. അദ്ദേഹം പള്ളിയുടെ മുമ്പിലെത്തും ഇങ്ങനെ ആക്കും. സിമ്പിൾ. അറിയാതെ ഇപ്പോ നേട്ട അത്ര ഡീപ്പായി വിശ്വാസം. ഓക്കെ, ഇനി ഞാൻ പോകുന്ന അതിലേക്കൊന്നും പോകാം. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, വേറൊന്നും ഇതിനെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ കോൺട്രവേഴ്സി ഒന്നും പറയുന്നില്ല. ഇനി നിങ്ങളിലെ വിശ്വാസങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങാം. അതാണ് ബ്രൂസ് ലിപ്റ്റൺ പറയുന്ന പ്രോസസ്. ഇപ്പൊ 54 വയസ്സ് 55 വയസ്സായി. എനിക്ക് 55 വർഷത്തെ വിശ്വാസമുണ്ട്. ആദ്യത്തെ 3-4 കൊല്ലം വിട്ടെ. അതിൽ കൊടുത്തിരിക്കുകയാണ് നിനക്ക് ഇത്രേ പറ്റൂ. ഞാൻ വളരെ ടഫായ ഒരു സാധനമാണ് ലളിതമാക്കാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ആസ്വദിപ്പിക്കുന്ന കുറെ കഥകൾ പറയാം. നെവർ. എനിക്കത് വേണ്ട. കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരുപാട് മെനക്കെട്ട് മനസ്സിലാക്കിയത്. ഹൗ ക്യാൻ മേക്ക് ഇറ്റ് സിമ്പിൾ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നോ, നിങ്ങളുടെ മാറ്റം തുടങ്ങേണ്ടത് ഇൻഫർമേഷനിലാണ്. ഇതാണ് സൈക്കോ സൈബർനെറ്റിക്സിൽ പറയുന്നത് മാക്സ് ഓൾമോസ്. ആ ഇൻഫർമേഷൻ കിട്ടിയല്ലോ. ഈ ഇൻഫർമേഷൻ നമ്മൾ വിശ്വസിച്ചു. ഓക്കെ, അത് മാറ്റില്ല. ഇനി എന്താ ചെയ്യണേ? ഈ ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ള റീതിങ്കിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റീതിങ്കിങ് അത് രണ്ടാമത് നമ്മളൊന്നുകൂടെ ചോദിക്കുന്നു, ഇത് ശരിയാണോ? 99% ആൾക്കാർക്ക് അത് ചോദിക്കാൻ പറ്റൂല. അത്ര ധൈര്യം ഉണ്ടാവില്ല. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാം. 7500 കോടിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞാൻ എന്താ പറയാ, വലിയ ചെറിയ കടമൊന്നും എനിക്ക് താല്പര്യമില്ല. വലിയ കടങ്ങൾ വേണ്ടേ? ഏതായാലും 7500 കോടി കടവിൽ ഒരാൾ ഈ സ്ക്രീനിൽ ഉണ്ടാവും തോന്നില്ല. എന്തേ? അവർ ഈ സ്ക്രീനിൽ ഇരിക്കേണ്ടവരല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുകേഷ് അംബാനിക്ക് എത്ര കടമുണ്ട് റേള്? ഇയാൾ എന്ത് മണ്ടത്തരായി പറഞ്ഞ? മുകേഷ് അംബാനി ഏറ്റവും വലിയ കോടീശ്വരനല്ല. അയാൾ ആസ്തിയുടെ 3 ഇരട്ടി കടമുണ്ടായിരുന്നു. എന്നിട്ട് അയാളെ ടെൻഷൻ അടിച്ചിട്ടാണ് ജീവിക്കുന്നത്.
അയാൾക്കത് മാനേജ് ചെയ്യാൻ അറിയാം. ഈ 7,500 കോടി പ്രശ്നം രണ്ടാണ്, ഭാര്യ ഭർത്താവും കണ്ട കണ്ണിന്റെ വ്യത്യാസം എത്രയാണ്? 7,500 കോടി എങ്ങനെ ഉണ്ടാകുന്നു? ഓക്കെ, റിയാലിറ്റി 7,500 ക്രോസ് ലാബിലിറ്റി. അവർ ഇദ്ദേഹം ചിന്തിച്ചാന്ന് എനിക്കിത് തീർക്കാൻ പറ്റൂല. വിശ്വാസം, ഭയം. അപ്പാണ് അടുത്ത ചങ്ങായി വരുന്നത്, ഫ്രണ്ട്, പേര് ഭയം. ഇന്ന് വന്ന എന്റെ അടുത്ത സുഹൃത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരെയും ഭയക്കിടുന്നു? ആരെയും ഭയക്കുന്നു? നിങ്ങൾ ഭയക്കുന്നത് മുഴുവൻ നിങ്ങളുടെ ചുറ്റുപാടിനാണ്. ആ സൂക്കേടിന്റെ പേര് WOT, വാട്ട് അതേഴ്സ് തിങ്ക്. മറ്റുള്ളവൻ എന്താ ചിന്തിക്ക? എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്താ? ഞാൻ എന്റെ അപ്സ്റ്റെയർ ഇരുന്നിട്ടില്ല, എന്റെ സ്റ്റുഡിയോ റൂം ഞങ്ങളോട് സംസാരിക്കുന്നു. രസകരമായ ഒരു സംഭവം നടന്നു. രാവിലെ കുറച്ച് സ്ത്രീകൾ ഇതിൽ നടക്കാൻ പോകും. ഞാനിത് അറിയില്ലായിരുന്നു സംഭവം. അപ്പൊ ഞാൻ രാത്രി 5:30 സെഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ വൈകി വന്നിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്താണ് മേലേന്ന് കേൾക്കുന്ന ഈ ഒച്ചാന്ന് മനസ്സിലാവുന്നില്ല. അയാൾ ആരെയും പേടിപ്പിക്കുന്നില്ല രാവിലെ, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആരെങ്കിലും കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഐ എം ടോക്കിംഗ് ടു യു. അതായത് നമ്മളുടെ പെർസെപ്ഷൻ, അടുത്ത വാക്യം പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങളുടെ വിശ്വാസം മാറണമെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷനിലൂടെ കിട്ടി രൂപവൽക്കരിക്കപ്പെട്ട നിങ്ങളുടെ പെർസെപ്ഷൻ മാറണം. ഇംഗ്ലീഷ് കണ്ട് പഠിക്കണ്ട, കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് മാറണമെങ്കിൽ ബിലീഫ് മാറണം. ബിലീഫ് മാറണമെങ്കിൽ ഇൻഫർമേഷൻ മാറണം. തീർന്നു. അതുകൊണ്ട് ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാർ ഇത് എന്താന്ന് വെച്ചാൽ കുറെ കേട്ടിട്ട് അവരെല്ലാം പരിപാടി നിർത്തിപ്പോ എനിക്ക് ചെയ്യുന്നവരാണ് വേണ്ട. ഐ വാണ്ട് ഡൂവേഴ്സ്. എന്നിട്ട് എന്നോട് പറ, സാർ ഞാൻ എന്തായാലും ശ്രമിച്ചു, നടന്നില്ല. നമുക്കിരിക്കാം. എന്തായാലും കേരളത്തിലെ മുഴുവൻ സ്ഥലത്ത് ഞാൻ വരുന്നുണ്ട്, ഇരിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നമ്മളുടെ എല്ലാം ലിങ്ക്ഡാണ്. സെൽഫ് ഇമേജ് മാറ്റണമെങ്കിൽ ബിലീഫ് മാറ്റണം. ഈ ബിലീഫ് മാറ്റണമെങ്കിൽ ഇൻഫർമേഷൻ മാറണം. എന്ത് ഇൻഫർമേഷനാണ് മാറ്റുക? അതായത് ഇപ്പൊ നിങ്ങൾ ഫെയിലിയർ ആണെങ്കിൽ നിങ്ങൾ സക്സസ് ഇൻഫർമേഷനിലേക്ക് മാത്രം മാറണം. അത് ഒരു കാഴ്ചപ്പാടിന്റെ ഉൽപ്പന്നമാണ്. ഇറ്റ്സ് എ പെർസെപ്ഷൻ. അതുകൊണ്ടാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത് ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ എന്ന പുസ്തകത്തിൽ, ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ് പ്രസന്റ്, മൂവ് ടു ദ ഫ്യൂച്ചർ പ്രസന്റ്. പാസ്റ്റ് പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചർ പ്രസന്റിലേക്കുള്ള മാറ്റം, അതാണ് ബയോളജി ഓഫ് ബിലീഫ് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന എന്റെ അടുത്തൊരു സുഹൃത്ത്, മേ ബി സതീഷ് കുമാർ, മേ ബി അമിത, വാട്ട് എവർ ഇറ്റ് ഇസ് നോ, അല്ലെങ്കിൽ ഷിൽജ എറണാകുളം, എനിക്കറിയില്ല എവിടെയാണ്. ഇവിടെ ഒക്കെ തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ ചിത്രത്തെ, അല്ല ഇമേജിനെ, അവരുടെ വിശ്വാസത്തെ മാറ്റിക്കൊണ്ട് അവർക്ക് അതിനപ്പുറവും സാധിക്കുമെന്നുള്ള തരത്തിലേക്കുള്ള പുതിയ തരത്തിലുള്ള ഇൻഫർമേഷൻ ഡെയിലി ബ്രെയിനിന് കൊടുത്തോണ്ടിരുന്നാൽ മറ്റതങ്ങ് പോയി, മറ്റത് വരും. ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി എന്താ? രാവിലെ എണീച്ചോടില്ല വേവില്ല അതെല്ലാം ആലോചിച്ചോണ്ടിരിക്കലേന്ന്. എന്നിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, കടം തീരണേ ഭഗവാനെ. കൃത്യമായിട്ട് കടം കൂടും. കാരണം ഫസ്റ്റ് സെന്റൻസേ ഓർമ്മ ശ്രദ്ധിക്കൂ, കൊടുക്കും. അത് പ്രാർത്ഥിക്കാൻ അറിയണ്ടേ കുറേയാൾക്ക്? പ്രാർത്ഥന എന്നല്ല വാക്കിന്റെ അർത്ഥത, പ്രഹർഷേണ അർത്ഥന ഇത് പ്രാർത്ഥന. സന്തോഷിച്ചു പറയുന്നതാണ് പ്രാർത്ഥന. എന്താ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത്? കരഞ്ഞ് വീർത്ത കണ്ണുകൾ. ഭഗവാനെ കാണുമ്പോ കരയുന്നു. ഞാൻ ചോദിച്ചു, ഇത് എന്തിന്? ഇത് കംപ്ലൈന്റ് ബുക്ക് കെപ്റ്റാ. എന്തൊരു കഷ്ടമായത്. ഇത് പള്ളിയിൽ ഇങ്ങനെ ഭഗവാൻ എന്നെ രക്ഷിക്കണം, അങ്ങനത്തെ ഒരു ചങ്ങായിനെയും ഭഗവാൻ രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം അവൻ ശരിയല്ല. പകരം ഭഗവാനെ ഞാൻ ചില പരിപാടി ആരംഭിച്ചിട്ടുണ്ട്, ഒരു ക്ലാസ്സിനെല്ലാം പോകുന്നുണ്ട്, ഞാനൊന്ന് നേരെ ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കാൻ പറ്റും വെച്ചാൽ ഭഗവാൻ പറയും കൂട്ടുകൈ. പണ്ട് ശങ്കരാടി പറഞ്ഞാൽ കൂട്ടുകൈ. Yes, I'm telling the fact. Success is fun.
വിജയം എന്ന് പറയുന്നത് തമാശയാണ് പ്രിയപ്പെട്ടവരെ. ആസ്വദിക്ക്. നിരാശയിൽ നിന്ന് ആശയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. പലവരും എനിക്ക് മെസ്സേജ് അയക്കും. പല വീട്ടമ്മമാരും ഒക്കെ നമ്പറിലും അയക്കും. ഇത് പറയും, സർ ഐ ചേഞ്ച് ഇൻ മൈ ലൈഫ്. ഗുഡ്. എനിക്ക് ഇത്രയും, എന്റെ കൂടെ കൂടിയിട്ട് നിരാശനായ ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കും. അത് കേരളത്തിലെവിടെയായാലും ശരി, ഇന്ത്യയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ചിത്രം മാറ്റാൻ എന്ത് മാറ്റണം? ഇൻഫർമേഷൻ മാറ്റണം. അതെങ്ങനെ? അത് രണ്ട് വഴിയുണ്ട്. ഒന്ന്, ഇത്തരം കൂട്ടായ്മകളിലേക്ക് വരിക. ഒന്ന് എളുപ്പമായി. അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രചോദിതമായ പ്രസംഗങ്ങൾ നടത്തുക. അങ്ങനെ ഓരോ നാനോ സെക്കൻഡും നിങ്ങളുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷൻ ചേഞ്ച് ആണ് നിങ്ങളുടെ പെർസെപ്ഷൻ ചേഞ്ച്. അതറിയുന്ന ഒരാൾ ഒരിക്കലും ഒരു കുട്ടിയെ നിന്നെ ഒന്നിനും കൊള്ളില്ലടാ എന്ന് പറയില്ല. നിന്നെ ഒന്നിനും കൊള്ളില്ലടാ എന്ന് പറയില്ല. നിന്നെ പല കാര്യങ്ങൾക്ക് പറ്റൂല എന്ന് പറയുമ്പോ, എന്റെ 30 കൊല്ലത്തെ അധ്യാപന ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഞാൻ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷേ അതിന്റെ 10 മടങ്ങാണ് ഇനി വരുന്ന 5 വർഷം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ ഒരു അഭ്യർത്ഥന, വീട്ടിൽ നിന്നാണെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെ ഒന്ന് ഇരുത്തണം. നിർബന്ധിച്ച് ആരെയും കൊണ്ടുവരണ്ട. കാരണം നമ്മളെ ദുഃഖിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സന്തോഷത്തിന്റെ കുടുംബങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആക്ച്വലി യാനം ലക്ഷ്യമാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പെർസെപ്ഷൻ മാറ്റുന്ന കാര്യമാണ്. അത് ഇൻഫർമേഷൻ മാറ്റും. അതിന് നമ്മൾ എന്ത് മാറണം? ശീലങ്ങൾ മാറണം. സിമ്പിൾ. അത്ര എളുപ്പമൊന്നുമല്ല മരത്തെ ചെത്താൻ. അതിന് ഞാൻ ഇന്നെല്ലാം പറയുന്ന ഓരോ ടെക്നിക്ക്. ഉറങ്ങുന്നത് ഇപ്പൊ ഉറങ്ങിട്ട് ഉറങ്ങുമല്ലോ, ആ സമയത്തിന്റെ അരമണിക്കൂർ മുമ്പേ സ്വിച്ച് ഓഫ് ദ മൊബൈൽ. മാത്രമല്ല, സ്വിച്ച് ഓഫ് ദ പ്രോബ്ലം. പറഞ്ഞൂടെ? അന്ന് രാത്രി തന്നെ ആലോചിച്ച് പിറ്റേ ദിവസം ദുരന്തമൊന്നും വരാനില്ലല്ലോ. അതങ്ങ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് സിമ്പിളായിട്ട് ബ്രൂസ് ലിപ്റ്റൺ പറയുന്നത്. മെന്റൽ പിക്ചർ മാറ്റുക. ഒരു കടൽ തീരത്തിനടുത്ത് ഇരുന്നു കൊണ്ട് ഒരു ഉറുപ്പ്യ കീശയിലില്ലാതെ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു, ചിത്രങ്ങൾ കണ്ടു. ലോകം മുഴുവനുള്ള ഹോട്ടൽ ശൃംഖലകൾ. ഒരു സാധ്യതയില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമായി. മെക്ഡൊണാൾഡ് എന്ന ഹോട്ടൽ ശൃംഖലയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റേ ക്രോക്ക് എന്ന ഭാവനാ സമ്പന്നനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. 0 പോസിബിലിറ്റിയിൽ നിന്ന് 100% സക്സസിലെത്തിയ 100 കണക്കിന് ആളെ ഞാൻ പറഞ്ഞുതരാം. അച്ഛനില്ല, അമ്മയില്ല, പാവം 6 വയസ്സുകാരൻ വീട് വിട്ടിറങ്ങുന്നു അമേരിക്കയിൽ. സ്ലമ്മിൽ ജീവിതം. ആരെങ്കിലും കൊടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ സ്വപ്നം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാവണമെന്നായിരുന്നു. ഇന്ന് ലോകത്തിലെ 10ാമത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന് ചോദിച്ചാൽ ലോറി എല്ലിസൺ എന്ന ഈ അനാഥ ബാലനാണ്. ഗൂഗിൾ സെർച്ച് ചെയ്തോ? ഞാൻ പറയുന്ന എല്ലാം സയന്റിഫിക്കാണ്. ലോറി എല്ലിസൺ. എങ്ങനെയാണ് അദ്ദേഹം ആയത്? ആദ്യം നിങ്ങളുടെ വിശ്വാസം ആരെന്നറിയാം. ചിലർക്ക് മാത്രം വിധിച്ചതാണ് സക്സസ്, എനിക്കില്ല. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ പ്രോഗ്രാമിൽ വരുന്നവരെല്ലാവരും വിജയിക്കുന്നില്ല. എനിക്ക് സംശയമില്ല.
വിജയിച്ച് കാണിച്ചു കൊടുക്കണേ. ആദ്യം വീട്ടിൽ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാനായിട്ട് വിജയിക്കാനല്ലേ പറയും. നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ ഈ പ്രസ്ഥാനം ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോഴാണ് സ്വാമി രംഗനാഥാനന്ദ പറഞ്ഞ കോട്ട് പറയും പോലെ എൻലൈറ്റൻഡ് സിറ്റിസൺസ്, പ്രബുദ്ധ പൗരന്മാരെ എന്ന് അദ്ദേഹം എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത്. നമുക്ക് ഇപ്പോൾ നമ്മൾ എൻലൈറ്റൻഡ് അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ ലൈവ് പ്രോഗ്രാമിന്റെ പേര് എൻലൈറ്റ് യുവർ ഇന്നർ ലൈറ്റ് എന്നാണ്. നിങ്ങളുടെ ആന്തരിക ജ്വാലയെ ഉണർത്തൂ. അവിടെ ജ്വാലയുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരെ എനിക്ക് പരിചയമില്ല. പക്ഷെ അവരുടെ മനസ്സിൽ പ്രചോദനത്തിന്റെ ഒരു കൈത്തിരി കൊടുക്കാൻ സാധിച്ചാൽ ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളുടെ വിശ്വാസത്തിന്റെ മാറ്റം വരുത്താൻ സെൽഫ് ഇമേജ് മാറണം. സെൽഫ് ഇമേജ് മാറാൻ നമ്മൾ ഇൻഫർമേഷൻ മാറ്റണം. ഇൻഫർമേഷൻ മാറ്റാൻ നമ്മൾ ഹാബിറ്റ് മാറ്റണം. അതിൽ ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞതിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ആ മനോഹരമായ മൊബൈൽ ഫോൺ മാറ്റി വെക്കൂ. എന്നിട്ട് നിങ്ങൾ മലന്ന് കിടക്ക്. എന്നിട്ട് നിങ്ങളെ കുറിച്ചുള്ള ചിത്രം ഒന്ന് ചിന്തിക്ക്. ദുർബലൻ, ഒന്നിനും കൊള്ളാത്തവൻ, അതാദ്യം ചിന്തിക്കൂ. എന്നിട്ട് പറയാം അങ്ങനെയല്ല. ഇനി വേറൊരു ടെക്നിക്ക് ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കലുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒച്ചത്ത് പറഞ്ഞ നാട്ടുകാർ പ്രശ്നമാക്കുക അല്ലെങ്കിൽ ഭാര്യ പ്രശ്നമാക്കുന്നതുകൊണ്ട് പറ്റുമെങ്കിൽ കക്കൂസിലോ കുളിമുറിയിലോ പോയിട്ട് കൈ ഇങ്ങനെ പിടിച്ച് പുറകിൽ തട്ടിയിട്ട് പറയാ, രമേശ നീ ഭയങ്കര സംഭവമാണ്. എന്റെ പേരല്ല, നിങ്ങളെ പേര് അവരുണ്ട്. അത് പറയുമ്പോണ്ടല്ല, അത് ഭയങ്കര ഉഷാർ, ഇത് ഭയങ്കര സംഭവട്ടാ. ലീലാകൃഷ്ണൻ നായർ പഠിപ്പിച്ചൊരു ടെക്നിക്ക്. രമേശ നീ ഭയങ്കര സംഭവമാണ്. അപ്പൊ അങ്ങനെ അടിക്കുമ്പോൾ എന്താണെന്നറിയോ? ആദ്യം രമേശൻ പറയും ബീടൻ, പൊട്ടൻ എന്നെല്ലാം പറയും. കുറച്ചേ പറയും ശരിയാണല്ലോ, കുറേ അത് ശരിയുണ്ടല്ലോ. ദീർഘകാലമായ എക്സസൈസ് ചെയ്ത ഒരാളാണ് ഞാൻ പലപ്പോഴും അറിയാതെ അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യയോട് പറയും ഞാൻ ഭയങ്കര സംഭവമാട്ടാ. എന്നിട്ട് ഭാര്യ പറയും സംഭവം തന്നെ എനിക്കറിയാം. ആക്ച്വലി ഞാൻ വെറുതെ പറയുന്നത്. പക്ഷെ കക്ഷിക്ക് ഇപ്പൊ കുറേശ്ശെ സംഭവം മനസ്സിലാവുന്ന തുടങ്ങി. എനിക്കെന്താ നിങ്ങളൊരു സംഭവമാണ്. നിങ്ങൾ പരാജിതനായ ഒരു സംഭവമാണ്, വിജയിച്ചാലൊരു സംഭവം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ ടെക്നിക്ക് മനസ്സിലായല്ലോ. ഒന്ന് ഇത് പാറ്റിംഗ് ടെക്നിക്ക് എന്നതിനെ പറയാം. ഇത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. രണ്ട്, നിങ്ങളുടെ മെന്റൽ പിക്ചർ മാറ്റുന്ന വിധത്തില് നിങ്ങൾ ആ ചിത്രീകരണം ഒന്ന് മാറ്റും. മെന്റൽ പിക്ചറെ മാറ്റാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നല്ല മനോഹരമായിട്ട് അങ്ങനെ ആലോചിച്ച് കിടക്കുക. അപ്പൊ എന്താവും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റായിട്ട് തീറ്റ ഫ്രീക്വൻസി ആക്റ്റീവ് ആവും. നിങ്ങളുടെ കാര്യങ്ങൾ ഇത് ടെസ്റ്റഡ് ആണ്. ഇതൊരു വലിയ ലോങ് സബ്ജക്റ്റ് ആണ്. ഇനി എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുക നമുക്കൊരു കാര്യം ചെയ്യാം. ഏതെങ്കിലും അവധി ദിവസങ്ങളൊക്കെ ഒരു 10 മണി മുതൽ 1 മണി വരെ ലോങ് ക്ലാസ് ആണ്. വർക്ക്ഷോപ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു പരിമിതമായ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റും. ശോഭന ചോദിച്ചാൽ കക്കൂസിൽ പോയിട്ട് എന്തിനാ നല്ല സ്ഥലം എത്രയുണ്ട്? നല്ല ചോദ്യം ശോഭനെ. ചോദ്യത്തിലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നല്ല സ്ഥലം ഉണ്ട്, അടുക്കളയിൽ തന്നെ പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല. അവസാനം പേടിയുണ്ടെങ്കിൽ ആദ്യം അടുത്തുള്ളൂ. പിന്നെ കക്കൂസ് ഒരു മനസ്സമാധാനത്തിന്റെ സ്ഥലമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ, ക്ഷമിക്കണം ശോഭനോട്. ഓക്കെ, ഞാൻ പറഞ്ഞ അത്രയും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ നല്ല സ്ഥലത്തെല്ലാം ഏടെ വെച്ചിട്ട് റോട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമില്ല. നിങ്ങൾ എത്രത്തോളം പറയുന്നു എന്നുള്ളത് ഔട്ട് സൈഡ് അല്ല, എല്ലാം റിങ് ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിലാണ്. ദിസ് ഇസ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്. ഇതാണ് മെന്റൽ റീഫ്രെയിമിംഗ്. ഇതാണ് ന്യൂറോ പാത്വേ ചേഞ്ചിങ്. എല്ലാം തന്നെ പല പേര്. അതായത് നിങ്ങളുടെ ചിത്രം നിങ്ങൾ മാറ്റും. വേറെ ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഈ ക്ലാസ് കേട്ടു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് തുടങ്ങണം, നാളെ തുടങ്ങണം, മറ്റന്നാൾ തുടങ്ങണം, എല്ലാ ദിവസവും ചെയ്താൽ ഞാൻ പറഞ്ഞില്ല, മരം ചെറുതായി ചെത്തി 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 കൊണ്ടുവന്ന് അതിനില്ലാതാവും.
then you can change your habit. അപ്പൊ ഇത് വലിയ ഒരു വിഷയത്തെ വളരെ പ്രായോഗിക തലത്തിൽ യെസ് ട്രെയിൻ യുവർ മൈൻഡ് ടു ഡ്രീം ലോട്ട്സ് ഓഫ് ബിഗ് ഡ്രീംസ്. യെസ്. പിന്നെന്താ സംഭവിക്കറിയാ, നിങ്ങൾ ആ തരത്തിൽ മാത്രമേ കാണൂ. നിങ്ങളൊരു ന്യൂറോ പാത്വേ മാറിക്കഴിഞ്ഞാൽ, അല്ലെ ന്യൂറൽ വയറിംഗ് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, 3 വർഷമായി ഞാൻ പത്രം വായിച്ചിട്ട്. എന്റെ മുമ്പിൽ പത്രം വരാറില്ല, ഞാനത് കാണാനോട്ട് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്റെ ന്യൂറോൺസ് ഒക്കെ ഇന്ന് മാറി കഴിഞ്ഞു. എനിക്ക് വായിക്കാൻ പറ്റില്ല, എന്റെ മുമ്പിൽ കാണുന്ന എനിക്ക് അസ്വസ്ഥത. അവിടെ പത്രം വായനക്കൊന്നും ഞാൻ എതിരല്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടം. എന്റെ റിസർച്ചിന് അത് താല്പര്യമില്ല എന്ന് മാത്രം. അപ്പൊ അത് മാറി. അപ്പൊ നിങ്ങൾക്ക് മാറണമെങ്കിലേ മാറണ്ടല്ലോ, നിർബന്ധമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഒരാളത് വായിക്കാതിരിക്കാനും പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി പോവാം. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന പിക്ചർ ഞാൻ ഇന്ത്യയിൽ പുറത്തൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പിക്ചർ. അതൊക്കെ ഇത് വരുന്ന മാസങ്ങളിൽ റെഡി ആകുമ്പോൾ ആക്ച്വലി ഞാൻ ചിന്തിക്കാൻ പോരാത്ത രാജ്യത്തേക്കാണ് ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഒരു സാധ്യതകൾ മാത്രമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ, അതായത് എന്റെ ബിലീഫ് സിസ്റ്റം മാറുമ്പോൾ ഐ വിഷ്വലൈസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ചേഞ്ചിങ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. 9 മണി 1 മണിക്കൂർ നിങ്ങൾ സഹിച്ചതിന് ഏറ്റവും നന്ദി. അതോടൊപ്പം ഈ ചൂട് പിടിച്ച ഈ ചർച്ച നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. കാരണം നിങ്ങൾ ഇങ്ങനെ ഈ മരത്തെ 20 കൊല്ലായി. ഓക്കെ, സുരേഷ് ശങ്കര എന്ന് പറഞ്ഞ ഒരാൾ പത്രം വായിച്ചിട്ട് 20 കൊല്ലായി. വെരി നൈസ്. ഞാൻ വായിച്ചിട്ടില്ല. ഗുഡ്. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അതിശക്തമായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ മുമ്പിലെത്തും. വേറെ ആരും പറഞ്ഞല്ല, അതും ശരി. ഈ ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. വേണമെങ്കിൽ കുറച്ച് ഇന്ററാക്ഷൻ ആവും. ഓവർ ടു ദൻഷി. ഓക്കെ, താങ്ക് യു സർ. സാറിന് കിട്ടിയ അറിവുകൾ ഞങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് ബിഗ് സല്യൂട്ട് തന്നെ നൽകാണ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന ഈ അറിവ് നമ്മളെ ഒരു ഫ്രണ്ട്സിനോ ഫാമിലിയിലോ രണ്ടാളെങ്കിലും അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ്സിലേക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി 10-15 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേണ്ട സമയമാണ്. ഓരോരുത്തരായിട്ട് വന്ന് ചോദിക്കാം. മാറ്റണമെങ്കിൽ വിശ്വാസം മാറ്റണം. മാറണമെങ്കിൽ വിശ്വാസം മാറ്റണം. സാർ അവിടെ എന്താണ് മീൻ ചെയ്തിരിക്കുന്ന അർത്ഥമാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഇപ്പൊ ഉണ്ണീസ് സാറിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ കൊടുത്തിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. അതൊരു പാറ്റേൺ ആണ്. അതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത ക്ലാസ് പറയുന്നുണ്ട്. ആ പാറ്റേൺ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ സാർ? ഞാൻ പറയാം, നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു പാറ്റേൺ ആണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ 7 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണ്. അത് നിങ്ങളൊരു വിശ്വാസത്തിന്റെ ഒരു സാധനമായിട്ട് അവിടെ കണക്ട് ചെയ്തു പോകും. അത് ബ്രെയിൻ അങ്ങനെ ചെയ്യും. അതിനെ നിങ്ങളൊരു തിരിച്ചൊരു 4 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 2 months. ഇപ്പൊ രാവിലെ 5:30 സെഷനിൽ കയറുന്ന ആൾക്കാർ ഇതിൽ ഒട്ടനവധിയുണ്ട്. അവരൊക്കെ തന്നെ വളരെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. അതൊരു പാറ്റേൺ മാറി. ഇനി അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. 5 മണിക്ക് എഴുന്നേൽക്കും. ഞാൻ 5:15 ഞാൻ 4 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങിയില്ല. എനിക്ക് ഒരിക്കലും ഇത് മാറില്ല. എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല രാവിലെ. അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഒരുപാട് തോട്ട് പ്രോസസ് പാറ്റേൺസ് ഉണ്ട്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാർ. എവിടുന്നാണ് സംസാരിക്കുന്നത്? സാറേ ഞാൻ കൊല്ലം പത്തനാപുരമാണ്. എന്റെ ഒരു മാത്യൂസ്. ഞാൻ ചോദിക്കാൻ പോന്നെ സാറ് 1-2 കാര്യം. സാറേ നമ്മുടെ കിഡ്സിനെ പ്ലേ സ്കൂളും മറ്റേ നമ്മുടെ അംഗൻവാടിയെ കുറിച്ചിട്ട് സാറ് പറഞ്ഞു. ശരിയാണ്, കറക്റ്റ് ആണ്. കാരണം കഴിഞ്ഞാല് ഇന്നത്തെ, ഞാൻ രാഷ്ട്രീയം പറയാനല്ല ഇതിനകത്ത് നോക്കുന്നത്, ഒരിക്കലും ഞാൻ അത് പറയാനല്ല. ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വളരേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് മൊബൈൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ കൂടിയാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ആ മൊബൈൽ എന്ന് പറയുന്ന പ്രസ്ഥാനം നോക്കിയിട്ട് പലർക്കും ഓട്ടിസം എന്ന് പറയുന്നത് എന്റെ അപ്പം എന്റെ ഒരു സഹോദരിയുടെ കുഞ്ഞിന് മൊബൈൽ കൂടിയാണ് ചോറ് കൊടുത്തോണ്ടിരുന്നത്. ചോറ് ആഹാരങ്ങളൊക്കെ
ഇത് കൊടുത്തോണ്ടിരുന്നത്. പറഞ്ഞാല് അപ്പൊ ആ കുട്ടിക്ക് ഇപ്പം 2, 3, 4 വയസ്സോളമായി. ആ കുട്ടി സംസാരിക്കുന്നില്ല, എടുക്കുന്നില്ല, ഒന്നുമില്ല. ഇല്ല സാറേ അതിന്റെ ഒരു ഇതെന്താണെന്ന് സാർ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയിൽ മാത്രമല്ല അഡിക്ഷനിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്. അപ്പൊ ഈ കുട്ടികളെ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. പല അമ്മമാർ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണും ഈ മൊബൈൽ കൊടുക്കും. എന്ത് പറ്റുന്ന വെച്ചാൽ ഇവരുടെ ബ്രെയിനിലേക്ക് പിന്നെ ഒരു സംഭവം കയറില്ല. അപ്പൊ പിന്നെ ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യേണ്ട ഒരുപാട് മെമ്മറി പലതും പോകും. കാരണം ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലും മനസ്സിലായി. എനിക്കൊന്ന് ആദ്യത്തെ ദിവസം എടുക്കേണ്ടി വരും. ഈ ഓരോ പിക്ചർ നമ്മുടെ ബ്രെയിനിൽ, അതായത് ഓരോ പിക്ചറിന് കുറച്ച് വരുമ്പോൾ തന്നെ നെക്സ്റ്റിലെ കുട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോപ്പമൈൻ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുഴപ്പമെന്ന് വെച്ചാൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു മെമ്മറി അവിടെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. ഇറ്റ്സ് മൂവിങ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റുന്നില്ല. റണ്ണിങ് ഹിയർ ആൻഡ് ദെയർ. അസ്വസ്ഥത വരും. സ്പാൻ ഓഫ് അറ്റൻഷൻ ഇസ് വെരി ലെസ്. അതിൽ വളരെ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂസ് ആണ്. പക്ഷെ ഒരാളത് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം ഒരു 5,000-8,000 കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ടോട്ടൽ. പക്ഷെ നോ റിസൾട്ട്. ഞാൻ സങ്കടം കൊണ്ട് നിർത്തിയപ്പോ ഞാൻ സംസാരിക്കാറില്ല. പാരന്റ്സിനോട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് പാരന്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അറിയില്ല. അവര് എന്റെ അടുത്ത് വന്നൊരു അമ്മ പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നത്, എന്റെ മകൻ 7 മുതൽ 9 വരെ സുഖമായി പഠിക്കും സാർ, പിന്നെ പബ്ജി കളിക്കും. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട വിട്ടേന്ന്. കാരണം 9 to 10 വരെ പബ്ജി. ഞാൻ പല സ്ഥലത്തും ചോദിക്കുമ്പോൾ അവർ ഫ്രീ ഫയർ കളിക്കുന്നവിടെ ചോദിക്കും എത്രാമത്തെ സ്റ്റേജ്. അവർ 56 നില പറഞ്ഞ 3 വർഷമായി. കാരണം ഞാൻ ഗെയിം ആൻഡ് അഡിക്ഷനിലാണ് എന്റെ ഒരു ശതമുണ്ട്. അപ്പോ മാത്യു സാറിനെ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം അഭിലാഷ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് മാത്യു സാർ സംസാരിച്ചോളൂ. ഇതാണ് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഏതായാലും ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് 5 വയസ്സ് വരെ കുട്ടിക്ക് അത് കൊടുക്കരുത്. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം അന്ന് മൊബൈൽ ഇല്ലാത്തോണ്ടാ. താങ്ക് യു വെരി മച്ച്. മിക്കവാറും 21st we can meet from Cochin.